സമാധാനത്തിലാണ്, നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. ചർച്ച നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് കാമണിക്കൂർ മുമ്പിലുള്ളതും കാമണിക്കൂർ പിന്നിലുള്ളതും അവസാനം 4 മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത്. അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും, എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ നിങ്ങൾ സാവകാശം തരണമെന്നും അടുത്ത വർഷം അതിന് നമുക്കെന്താക്കാം മാറ്റവും പരിഹാരമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമ്മൾ ഇറങ്ങിയതാണ്. ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്തു പോയി, കലണ്ടർ ഇറക്കിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളതിന് അവസരം തരണം, കാമണിക്കൂറല്ല അവസരം തരണം. അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അംഗീകരിച്ചിട്ടുണ്ട്. അതായത് കാമണിക്കൂർ മുമ്പിൽ 10 മണിക്ക് മുമ്പ് തുടങ്ങുന്നത് മദ്രസ പഠനത്തിന് ദോഷമുണ്ടാക്കുമെന്നാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മളും പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കലണ്ടറൊക്കെ ഇറങ്ങി കോടതിയിൽ സമർപ്പിച്ചു പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ അനുവാദം തരണം, വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചിറങ്ങിപ്പോരാണ് ചെയ്തത്. തൃപ്തരാണ്. എങ്ങനെയായിരിക്കും പുതിയ സമയക്രമം? അത് നമ്മൾ പറഞ്ഞതും നമ്മൾ നിവേദനം കൊടുത്തതും അനുസരിച്ച് രാവിലത്തെ കാമണിക്കൂറുള്ളത് ചുരുക്കിയിട്ട് 10 മണിക്ക് തന്നെ ആക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിൽ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് പ്രതികളുമായിട്ട് ഇവിടെ ചർച്ച, ഞങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം മാനേജ്മെൻറ്റ് പ്രതിനിധികളായിട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നു. അതിലും ഞങ്ങൾ സമ്മതിച്ചു. അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വരുത്തിയിട്ടുള്ള സമയക്രമം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ രക്ഷിതാക്കൾക്ക്, കുട്ടികൾക്ക്, അതോടൊപ്പം തന്നെ അധ്യാപകർക്ക്, മറ്റു വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ ഈ 9:45 ആരംഭിച്ചതും വൈകിട്ട് 4:15 അവസാനിപ്പിക്കുന്നതുമായി ഈ സമയക്രമം സമൂഹത്തിലുണ്ടാക്കിയ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഈ പുനരാലോചന നടത്തി എല്ലാവർക്കും സ്വീകാര്യമാവുന്ന രീതിയിൽ സമയക്രമം വരുത്തണം എന്നാണ് എല്ലാവരും അവിടെ നിന്ന് ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് മന്ത്രി അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നേരത്തെ ഉമർ ബൈജു സാഹിബ് പറഞ്ഞതുപോലെ ഈ വർഷം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കോടതിയിൽ അത് അവതരിപ്പിച്ചത് കൊണ്ടുള്ള ഒരു പ്രയാസം അത് സഹകരിച്ചുകൊണ്ട് അടുത്ത വർഷം എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന രീതിയിൽ അവിടെ ആ യോഗത്തിലും അതോടൊപ്പം ഞങ്ങൾക്ക് നേരത്തെ നടത്തിയ സമസ്തയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ മന്ത്രിയുടെ ചർച്ചയിലും ആ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തുടർന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതൃത്വമായിട്ട് കൂടി ആലോചിച്ച് ശേഷം ഞങ്ങൾക്ക് അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. മദ്രസ സമയത്തിൽ മാറ്റം വരുന്നില്ല. മദ്രസ സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനൊപ്പം വരുന്ന ക്രമത്തിൽ തന്നെ തുടരും. അതിൽ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ രീതിയിലാണ് അത് ക്രമീകരിച്ച് പോരുന്നത്. സ്കൂൾ സമയം മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിന് പരിഹാരമായിട്ടുള്ള മാർഗം. നേരത്തെ ഒരു ബദൽ സമയം വെച്ചില്ല, അതാണോ അംഗീകരിച്ചിട്ടുള്ളത് ചർച്ചയിൽ? അത് ഞങ്ങൾ 2-3 ഓപ്ഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത് കോപ്പി തരാം. മന്ത്രിക്ക് കൊടുത്തിട്ടുള്ളതിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ തരാം. ഇതെല്ലാം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സമസ്ത മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ചർച്ച ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. ഒരല്പം കൂടി മുന്നേ വിളിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ സന്തോഷമായിരുന്നു. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചർച്ചയിൽ ഞങ്ങൾ സംസാരിച്ചു. ശുഭാപ്തി വിശ്വാസമാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കും ഒരു പ്രയാസമില്ലാതെ, എന്നാൽ പൊതുവിദ്യാഭ്യാസത്തിനും തടസ്സമില്ലാതെ നല്ല തീരുമാനങ്ങൾ തന്നെയാണ് കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു സ്തുത്യർഹമായ മറുപടിയാണ് ഗവൺമെൻറ്റിൽ നിന്നും മന്ത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷയും. ഇങ്ങനെയൊരു യോഗം വിളിച്ചതിൽ പ്രത്യേക സന്തോഷവും ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സമസ്തയുടെ പേരിൽ അറിയിക്കുന്നു. ചർച്ചയിൽ സംതൃപ്തരാണ്. പൊതുവിദ്യാഭ്യാസത്തിന് സമയം കൂടുതലെടുക്കുന്നതിന് നമ്മളാരും എതിരല്ല. പ്രക്ഷോഭത്തിനും സമരത്തിനും ഒന്നുമില്ല. മറിച്ച് ഇത്തരം സമഗ്രമായ ചർച്ചകൾ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പാകണം എന്ന് ഞങ്ങൾ മിനിസ്റ്ററോടും മന്ത്രിസഭയോടും ഓർമ്മപ്പെടുത്തി. കാന്തപുരം ഉസ്താദ്
അങ്ങനെയാണ് നിലപാടെടുത്തത്. വളരെ വ്യക്തമായി ചർച്ച ചെയ്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് സമയം കുറയാതെ തന്നെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ മന്ത്രി തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ വർഷം കലണ്ടർ തയ്യാറായതുകൊണ്ട് ഈ വർഷം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിസ്സഹായത ബോധ്യപ്പെടുത്തുകയും അടുത്ത വർഷം കൂടുതൽ ചർച്ചകൾ ചെയ്ത് നമുക്ക് സമഗ്രമായ പദ്ധതി ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്ത ഗവൺമെൻറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്.